ഹലോ കൂട്ടുകാരെ, എക്സ്ട്രാ ടിക്കറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ അങ്ങനെ എല്ലാവരും ഹാപ്പി അല്ലേ? ഇന്ന് നമ്മൾ എക്സ്ട്രാ ടിക്കറ്റിലൂടെ കാണാൻ പോകുന്നത് 2022 പുറത്തിറങ്ങിയ മെൻ എന്ന ഇംഗ്ലീഷ് ഫോക്ക് ബോഡി ഹൊറർ ചിത്രമാണ്. പല ഹൊറർ ചിത്രങ്ങളും കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലൊന്ന് ആദ്യ അനുഭവം തന്നെയായിരുന്നു. വളരെ കുറച്ച് ക്യാരക്ടേഴ്സും ചുരുങ്ങിയ സംഭാഷണങ്ങളും മാത്രമുള്ള വിഷ്വലി മെറ്റഫറിക്കലായി കഥ പറയുന്ന ഈ ചിത്രം പുറമേ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് അധികമായി ഇൻഡെത്തായി മീനിങ് വ്യാഖ്യാനിക്കാൻ പ്രേക്ഷകർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് സംവിധായകൻ. കൂടുതലൊന്നും പറയാതെ നമ്മൾ ഈ കഥ കേൾക്കാൻ പോവുകയാണ്. അപ്പോ നമ്മൾ ഈ സിനിമക്കുള്ളിലേക്ക് കടക്കുകയല്ലേ. ചിത്രത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് സിനിമയുടെ പേരിന് വിപരീതമായി ഒരു ലേഡിയെയാണ്. ഇവളാണ് നമ്മുടെ കഥയിലെ നായിക ഹാർപ്പർ. അവൾ എന്തോ സംഭവിച്ച് പേടിച്ച പോലെ വീട്ടിൽ നിൽക്കുകയാണ്. ശേഷം മുന്നോട്ട് നടന്ന് ബാൽക്കണി ഡോർ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ അവളുടെ മൂക്കിൽ നിന്ന് രക്തം വരുന്നുണ്ട്. പോരാത്തതിന് ഒരാൾ അവളുടെ മുൻപിൽ ആ ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് വീഴുന്നതും കാണാം. അന്ന് ഹാർപ്പറിന്റെ ജീവിതത്തിൽ കാര്യമായി എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് വഴിയേ അറിയാം. ഈ സംഭവത്തിന് ശേഷം ഹാർപ്പർ അവളുടെ മൂടെല്ലാം ചേഞ്ച് ആകാൻ വേണ്ടി സിറ്റി വിട്ട് പ്രകൃതി രമണീയമായ ഒരു ഉൾനാട്ടിലേക്ക് താമസം മാറുകയാണ്. ഫുള്ള് പച്ചപ്പും ഭംഗിയും നിറഞ്ഞു നിൽക്കുന്ന അവിടെ ആദ്യം കാണുന്നത് ഒരു ആപ്പിൾ ട്രീ ആണ്. അത് കാണുമ്പോൾ തന്നെ അവൾ ഒരു ആപ്പിൾ പറിച്ച് കഴിക്കുന്നു. ശേഷം വീടിന്റെ ഓണർ അവളെ അകത്തേക്ക് ക്ഷണിക്കുന്നു. ഹാർപ്പർ ഈ വീട് 2 ആഴ്ചത്തേക്ക് റെന്റിനെടുത്തിരിക്കുകയാണ്. അവളെ കാണുന്ന ഓണർ മിസ്സിസ് മാർലോ എന്നാണ് വിളിക്കുന്നതെങ്കിലും ഹാർപ്പർ അത് തിരുത്തുന്നുണ്ട്. അയാൾ അവളെ വളരെ കംഫർട്ടബിൾ ആക്കാൻ ലഗേജ് ഒക്കെ എടുത്ത് സഹായിക്കുന്നുമുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ അവൾ കിച്ചണിനോടിണങ്ങി ഒരു കോഫി എല്ലാം ഇടുന്നു. ഹാർപ്പറിന്റെ ലഗേജ് എടുത്തു വന്ന ഓണർ അവൾ കഴിച്ച ആപ്പിൾ കാണുമ്പോൾ അത് കഴിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു പേടിപ്പിക്കുന്നു. പിന്നീട് ചുമ്മാ പറഞ്ഞതാണെന്ന് പറഞ്ഞ് അവളെ വീടെല്ലാം പരിചയപ്പെടുത്തുകയാണ്. കൂട്ടത്തിൽ പിയാനോ റൂം കാണിക്കുമ്പോൾ അത് പ്ലേ ചെയ്യാൻ അറിയുമോ എന്ന് അയാൾ അവളോട് ചോദിക്കുന്നുണ്ട്. ഇല്ല എന്നാണ് ഹാർപ്പർ മറുപടി പറയുന്നത്. അയാൾ അവിടെയുള്ള മുക്കും മൂലയും വരെ പരിചയപ്പെടുത്തി ടോയ്ലറ്റിൽ എത്തുമ്പോൾ അവിടെ വേണ്ടാത്തതൊന്നും ഇടാതെ നോക്കണേ എന്നും പ്രത്യേകം പറയുന്നുണ്ട്. ഹാർപ്പർ ഒരു ലേഡി ആയതുകൊണ്ട് സാനിറ്ററി പാഡ്സിനെ കുറിച്ചാണ് പുള്ളി ഉദ്ദേശിച്ചത്. അങ്ങേരുടെ വീട് എപ്പോഴും വൃത്തിയായിരിക്കണമെന്ന നിർബന്ധമുള്ള ആളാണെന്ന് തോന്നുന്നു. പിന്നെ അവളുടെ ബെഡ്റൂം കാണിക്കുമ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ അടുത്തുള്ള ഒരു പള്ളിയും കാണാം. അവിടെ ഗ്രാമപ്രദേശമാണെന്നും എങ്കിലും അടുത്തൊരു പബ് ഉണ്ടെന്ന് കൂടി അയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഓണർ അവളുടെ ഭർത്താവിനെ കുറിച്ച് ചോദിക്കുന്നു. ആക്ച്വലി അവൾ ഇവിടെ കൊടുത്ത ഡീറ്റെയിൽസിൽ എങ്ങനെയോ മിസ്സിസ് മാർലോ എന്ന പേരായിരുന്നു വന്നത്. അതുകൊണ്ടാണ് ഓണറായ ജെഫ്രി അതെല്ലാം ചികഞ്ഞത്. ബട്ട് അവൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഡിവോഴ്സ് ആണെന്ന രീതിയിൽ പറഞ്ഞ് വിഷയം മാറ്റുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞ് ജെഫ്രി വീടിന്റെ കീ കൊടുക്കുമ്പോൾ ഒരു കീയേ ഉള്ളൂ എന്നും ഡോറൊന്നും പൂട്ടിയില്ലെങ്കിലും ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നും പറയുന്നുണ്ട്. ഹാർപ്പറിന് ഇതിനോടകം ഈ സ്ഥലവും വീടുമെല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ ജെഫ്രിയുടെ സംസാരം മാത്രമാണ് കുറച്ച് ഓവറായി തോന്നിയത്. അയാൾ തൊട്ടപ്പുറത്ത് തന്നെയാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഹാർപ്പർ അവളുടെ ഫ്രണ്ടായ റെയ്ലിയെ ഫോണിൽ വിളിക്കുന്നു. ഈ വീട് അല്പം ദൂർത്തായോ എന്ന് ഹാർപ്പറിന് ചെറിയ സംശയമുണ്ടെങ്കിലും അവൾക്ക് അവിടെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. വീടെല്ലാം ഒന്ന് ചുറ്റി കാണിച്ചു കൊടുക്കാൻ റെയ്ലി ആവശ്യപ്പെടുമ്പോൾ പിന്നീട് കാണിക്കാമെന്ന് ഹാർപ്പറും പറയുന്നു. അവളിപ്പോൾ ഒന്ന് കണ്ടതാണല്ലോ. പിന്നെ ഹാർപ്പർ ജെഫ്രിയെ കുറിച്ച് തോന്നിയ കാര്യവും കൂട്ടുകാരിയോട് പറയുന്നുണ്ട്. നാട്ടിൻ പുറത്തെ ആളുകൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്നാണ് അവർ വിചാരിക്കുന്നത്. ജെഫ്രി അവളുടെ ഭർത്താവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവൾ നുണ പറഞ്ഞ കാര്യവും റെയ്ലിയോട് ഷെയർ ചെയ്യുന്നു. അതിനെക്കുറിച്ച് അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഇടക്ക് ഫോണിലെ റേഞ്ച് പോകുന്നു. വിഷ്വൽ സ്റ്റക്ക് ആകുന്നത് കുറച്ച് സസ്പീഷ്യസ് ആയി തോന്നുമ്പോൾ അവർ അധികം സംസാരിക്കാതെ കോൾ കട്ട് ചെയ്യുന്നു. അതിനുശേഷം ഹാർപ്പർ ബാഗിലെ ഡ്രസ്സ് എടുക്കുമ്പോൾ അതിലൊന്ന് അവളുടെ ഭർത്താവിന്റേതായിരുന്നു. അത് കാണുമ്പോൾ അവൾ ചില പഴയ കാര്യങ്ങൾ ഓർക്കുന്നു. അത് അവളുടെ ഹസ്ബൻഡ് ജെയിംസിനെ കുറിച്ചാണ്. അവർ സ്നേഹത്തോടെ ഒരുമിച്ച് ജീവിക്കുകയായിരുന്നു. പിന്നീട് ജെയിംസിന്റെ റൂഡായ സ്വഭാവം ഓരോന്നായി പുറത്തു വരുമ്പോൾ ഹാർപ്പർ അവനോട് ഡിവോഴ്സ് ചോദിച്ചു. ജെയിംസ് മറ്റാരുമല്ല, നമ്മൾ ചിത്രത്തിന്റെ തുടക്കത്തിൽ ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് താഴേക്ക് വീണ ഒരാളെ കണ്ടിരുന്നില്ലേ, അവൻ തന്നെയാണ് ജെയിംസ്. അന്ന് ഹാർപ്പറിന് ഡിവോഴ്സ് കൊടുക്കാൻ ജെയിംസ് തയ്യാറായിരുന്നില്ല. അവൻ ആദ്യം സ്നേഹത്തോടെ പറയും, പിന്നെ ചത്തുകളയുമെന്ന് ഭീഷണിപ്പെടുത്തും. ആക്ച്വലി അത് തന്നെയാണ് അവന്റെ നെഗറ്റീവ്. അവൻ വെറുതെ ചത്തുകളയും എന്നല്ല പറയുന്നത്, മറിച്ച് അതിന്റെ കുറ്റബോധവും പേറി ഹാർപ്പർ ജീവിക്കേണ്ടി വരുമെന്ന് ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. അവളോടത് ചെയ്യരുതെന്ന് ഹാർപ്പർ കെഞ്ചുമ്പോൾ അവൻ ഭയങ്കരമായി ഷൗട്ട് ചെയ്യുകയാണ്. അതായത് അവൾക്ക് വേണ്ടത് ഡിവോഴ്സല്ലേ, അല്ലാതെ അവന്റെ ജീവിതമല്ലല്ലോ എന്നാണ് ജെയിംസിന്റെ സംസാരം. പക്ഷെ അവിടെ ഹാർപ്പറിന് ഒരു ജീവിതമുണ്ടെന്നും അത് അവനെ നിയന്ത്രിക്കാൻ ഉള്ളതല്ല എന്നും പുള്ളി മനസ്സിലാക്കുന്നില്ല. ഇത്രയും ഭീഷണിപ്പെടുത്തിയിട്ടും അവൻ പറയുന്നത് ഇത് ഭീഷണിയല്ല, മറിച്ച് മുന്നറിയിപ്പാണ് എന്നാണ്. എന്തൊക്കെ പറഞ്ഞാലും അവന് വേണ്ടി ഇങ്ങനെ ജീവിതം ശ്വാസം മുട്ടി തീർക്കാൻ തയ്യാറല്ല എന്നും ഡിവോഴ്സ് വാങ്ങിയിരിക്കുമെന്നുമാണ് ഹാർപ്പർ കരഞ്ഞുകൊണ്ട് പറയുന്നത്. ഇപ്പോൾ അതാലോചിച്ച് വിഷമിക്കുന്ന ഹാർപ്പർ വീട് പൂട്ടി അവിടെയെല്ലാം കാണാനായി ഇറങ്ങുന്നു. ഇത്രയും നാൾ അവളുടെ ജീവിതത്തിൽ കിട്ടാത്ത സൗന്ദര്യമായിരുന്നു ആ സ്ഥലത്തിന്. മണ്ണും പച്ചപ്പും മരങ്ങളും പ്രകൃതി
കാഴ്ചയും ശരിക്കും അതിമനോഹരമായിരുന്നു. അവൾ അവിടെയെല്ലാം കണ്ട് ആസ്വദിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ പെട്ടെന്ന് ചെറിയ മഴ ചാറുന്നു. ആ കുളിര് അവളുടെ മനസ്സും തണുപ്പിച്ചു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു ടണൽ കാണുന്ന ഹാർപ്പർ അതിനുള്ളിലേക്ക് കയറുന്നു. ഒരു കൗതുകം തോന്നി ശബ്ദമുണ്ടാക്കുമ്പോൾ അവൾ പ്രതീക്ഷിച്ച പോലെ എക്കോ കേൾക്കാം. ആ നിമിഷം ഹാർപ്പർ ഒരു കൊച്ചു കുട്ടിയെ പോലെ അവൾക്ക് തോന്നിയ രീതിയിലെല്ലാം ശബ്ദമുണ്ടാക്കി അതിന്റെ എക്കോ കേട്ട് രസിക്കുന്നു. പക്ഷെ കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ആ ടണലിന്റെ അറ്റത്ത് ഒരാൾ എഴുന്നേറ്റ് വരുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അയാൾ പെട്ടെന്ന് ഓടി വരുന്നത് കാണുമ്പോൾ ഹാർപ്പറും പേടിച്ച് തിരിച്ചു പോവുകയാണ്. ഇത്രയും നേരമുണ്ടായ സന്തോഷമെല്ലാം ഒരു നിമിഷം പേടിയായി മാറി. ആദ്യമായി വരുന്ന സ്ഥലമായതുകൊണ്ട് അവൾക്ക് വഴിയും മനസ്സിലാകുന്നില്ല. എന്നാലും ഭയം നമ്മളെ ഏത് വഴിയിലൂടെയും നടത്തുമല്ലോ. ഹാർപ്പറും അവിടെ ആ കാട്ടിൽ ഏന്തി വലിഞ്ഞ് മുകളിലേക്ക് കയറുകയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയ ആ സ്ഥലത്ത് ഒരൊറ്റപ്പെട്ട ബിൽഡിംഗ് കാണുന്ന അവൾ അങ്ങോട്ടേക്ക് പോയി നോക്കുന്നുണ്ട്. പക്ഷെ അവിടെ മനുഷ്യർ ആരും തന്നെ ഇല്ല എന്ന് തോന്നുന്നു. അങ്ങനെ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ അവൾക്കല്പം ആശ്വാസമാകുന്നു. അവിടെ വെച്ച് ആ ബിൽഡിംഗിന്റെ ഫോട്ടോ എടുക്കുന്ന ഹാർപ്പർ അതിനു മുന്നിലായി ഒരാളെ കണ്ട് പേടിക്കുന്നു. കാരണം അയാൾ നഗ്നനായിട്ടാണ് അവിടെ നിന്നിരുന്നത്. അവൾ അപ്പോൾ തന്നെ പേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ്. വീട്ടിലെത്തിയ ഹാർപ്പർ ബാത്ത് ടബിൽ കിടന്ന് ജെയിംസ് മരിച്ച ദിവസം ഓർക്കുന്നു. അവൻ താഴെ വീണപ്പോൾ ജെയിംസിന്റെ കാലൊടിഞ്ഞിരുന്നു. കൈയാണെങ്കിൽ അവിടെയുള്ള കമ്പിയിൽ തറച്ചിരിക്കുകയായിരുന്നു. ശരിക്കും വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത്. പെട്ടെന്ന് റെയിൽവേയുടെ മെസ്സേജ് വരുമ്പോൾ അവൾ ഒന്ന് ഓക്കെ ആകുന്നുണ്ട്. അപ്പോഴും ആ നഗ്നനായി കണ്ടാൽ അവളുടെ മനസ്സിൽ ഒരു ചോദ്യചിഹ്നമായി കിടക്കുന്നു. കുളിയൊക്കെ കഴിഞ്ഞ് ഹാർപ്പർ സമാധാനമായി പിയാനോ പ്ലേ ചെയ്യുകയാണ്. സോ അവൾ നേരത്തെ അത് വായിക്കാൻ അറിയില്ലെന്ന് ജെഫ്രിയോട് പറഞ്ഞത് കള്ളമായിരുന്നു. എനിവേ അവൾ അതിനുശേഷം ഫുഡൊക്കെ എടുത്ത് വർക്ക് ചെയ്യാനായി ഇരിക്കുമ്പോൾ അവിടേക്ക് നഗ്നനായ ആൾ വരുന്നത് നമുക്ക് കാണാം. അയാൾ ആ വീടിനുള്ളിലേക്കെല്ലാം നോക്കുന്നുണ്ട്. പക്ഷെ അവൾ അയാളെ കണ്ടില്ലായിരുന്നു. പെട്ടെന്ന് റെയിലിയുടെ വീഡിയോ കോൾ വരുന്നു. ഇത്തവണ ആ വീടെല്ലാം കാണിച്ചു തരണമെന്ന് റെയിലി കട്ടായം പറയുമ്പോൾ ഹാർപ്പറും സന്തോഷത്തോടെ എല്ലാം കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ പിയാനോ എല്ലാം കാണിച്ച് പതിയെ ജനാലയുടെ അടുത്തേക്ക് പോകുമ്പോഴാണ് ആ നഗ്നനായ ആൾ അവിടെയുള്ള കാര്യം ഹാർപ്പർ കാണുന്നത്. പുള്ളി അവിടെ മരത്തിൽ നിന്ന് ഇലയും ആപ്പിളും ഒക്കെ പറിക്കുന്നുണ്ട്. ഹാർപ്പർ അപ്പോൾ തന്നെ പോലീസിനെ കോണ്ടാക്ട് ചെയ്യുന്നു. പെട്ടെന്ന് അയാളെ അവിടെ കാണാതാകുമ്പോൾ അവൾ ഫ്രണ്ടിലെ ഡോറിനടുത്തേക്ക് ചെല്ലുന്നു. ഡോർ ഓപ്പൺ ആയിരുന്നു. അപ്പുറത്ത് അയാളുമുണ്ട്. അവൾ ഉടനെ കീ വെച്ച് ഡോർ ലോക്ക് ചെയ്തപ്പോൾ ലെറ്റേഴ്സ് എല്ലാം ഇടുന്ന ഡോർ ഗ്യാപ്പിൽ കൂടി അയാൾ കൈയിടുന്നു. അവൾ നന്നായി പേടിക്കുന്നുണ്ട്. ആ നിമിഷം ഹാർപ്പർ അവളുടെ ജീവിതത്തിലെ ഏറ്റവും മോശം ദിവസത്തെക്കുറിച്ച് ഓർക്കുകയാണ്. അന്ന് എത്ര പറഞ്ഞിട്ടും ജെയിംസ് ഡിവോഴ്സിന് സമ്മതിക്കാതെ നിൽക്കുമ്പോൾ ഹാർപ്പർ അവളുടെ വിഷമങ്ങളെല്ലാം പതിവ് പോലെ റെയിലിക്ക് ടെക്സ്റ്റ് ചെയ്യുന്നു. അത് കണ്ടുവരുന്ന ജെയിംസ് ആണെങ്കിൽ ഫോൺ തട്ടിപ്പറിച്ച് ആ മെസ്സേജ് എല്ലാം വായിക്കുന്നുണ്ട്. ശേഷം അവർ തമ്മിൽ വലിയൊരു വഴക്ക് നടക്കുന്നു. പരസ്പരം രണ്ടുപേരും ഭയന്നാണ് അവിടെ ജീവിക്കുന്നത്. അത് അവൾക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ഫോൺ ഓട്ടോമാറ്റിക്കലി ലോക്ക് ആകുന്നു. ലോക്ക് മാറ്റിത്തരാൻ അവൻ പറയുമ്പോൾ അവൾ അതിന് തയ്യാറാകുന്നില്ല. ശരിക്കും അത് അവളുടെ പേഴ്സണൽ സ്പേസ് അല്ലേ. പക്ഷേ ദേഷ്യം വരുന്ന ജെയിംസ് ആ നിമിഷം ഹാർപ്പറിനെ മൂക്കിനിട്ടിടിക്കുകയാണ്. അവൾ ആ ഫോഴ്സിൽ തെറിച്ചു വീഴുന്നു. ആക്ച്വലി ആ മുറിവാണ് സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ അവളുടെ മൂക്കിൽ കണ്ടത്. ഇപ്പോൾ അതാലോചിച്ച് നിന്നിരുന്ന അവളുടെ വീട്ടിൽ പോലീസ് എത്തിയിരുന്നു. അവർ ആ നഗ്നനായ ആളെ പിടിക്കുമ്പോൾ അവനും ഒരു പാവത്തിനെ പോലെ കിടക്കുന്നുണ്ട്. ഹാർപ്പർ പോലീസിനോട് കഴിഞ്ഞ ദിവസം അയാളെ കണ്ട കാര്യമെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അവർ പറയുന്നത് അയാൾ ഒരു പാവമാണെന്നാണ്. അയാൾക്ക് ഐഡിയ ഒന്നുമില്ല. കിടക്കാൻ പ്രത്യേകിച്ച് വീടൊന്നും ഉണ്ടാകില്ല എന്ന് തോന്നുന്നു. പക്ഷേ കാണാൻ കുറച്ച് വിചിത്രമായിട്ടുണ്ട്. വൃത്തികെട്ട മണവുമാണ്. ഇക്കാര്യങ്ങളും ഹാർപ്പർ റെയിലിയെ വിളിച്ച് പറയുമ്പോൾ അവൾ ഇങ്ങോട്ടേക്ക് വരണോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ആരെ തോൽപ്പിക്കാനാണ് ഈ ആരുമില്ലാത്ത സ്ഥലത്ത് ചെന്ന് കിടക്കുന്നതെന്നും അവൾ ചോദിക്കുമ്പോൾ ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ല, ശരിക്കും അടിപൊളി ഗ്രാമപ്രദേശമാണെന്ന് ഹാർപ്പർ മറുപടി കൊടുക്കുന്നു. ഇനി അടുത്തതായി ഇവിടത്തെ പള്ളിയിലും പബ്ബിലും കൂടി പോകണമെന്ന് അവൾ സന്തോഷത്തോടെ പറയുമ്പോൾ റെയിലിയും ഓക്കെ പറയുകയാണ്. അങ്ങനെ ഹാർപ്പർ പറഞ്ഞ പോലെ അവിടത്തെ പള്ളിയിലേക്ക് പോയി. അവിടെ ഒന്നും ആരും തന്നെയില്ല. ശരിക്കും പിൻ ഡ്രോപ്പ് സൈലൻസ്. പള്ളിക്കകത്താണെങ്കിൽ ഒരു കല്ലിൽ ഇല കൊണ്ടുണ്ടാക്കിയ രൂപമൊക്കെ കൊത്തിവെച്ചിട്ടുണ്ട്. അവിടെ മുഴുവൻ അതുപോലുള്ള കൊത്തുപണികളാണുള്ളത്. കുറച്ച് വിചിത്രമായി തോന്നുന്നുണ്ടെങ്കിലും ഹാർപ്പർ അവിടെ ഇരുന്ന് പഴയ ഓർമ്മകളിലേക്ക് പോകുന്നു. ജെയിംസ് അന്നവളെ പെട്ടെന്ന് തോന്നിയ ദേഷ്യത്തിൽ അടിച്ചതാണെങ്കിലും അടുത്ത നിമിഷം തന്നെ ഒരു കയ്യബദ്ധം പറ്റിയ പോലെ സോറിയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഹാർപ്പർ അവനോട് ക്ഷമിക്കാൻ തയ്യാറായിരുന്നില്ല. അവൾ അവനോട് ഷൗട്ട് ചെയ്ത് ദേഷ്യത്തോടെ വീട്ടിൽ നിന്ന് പുറത്താക്കി ഡോർ അടച്ചു. അതാലോചിച്ച് അവൾ ഇപ്പോൾ ചർച്ചിലിരുന്ന് അലറിക്കരയുന്നു. അത് കേട്ട ഒരാൾ അപ്പുറത്ത് നിൽക്കുന്നത് നമുക്ക് കാണാം. അയാൾ അവളുടെ അടുത്തേക്ക് വരാതെ അവിടെ നിന്ന് പോവുകയാണ്. മനസ്സൊന്ന് ശാന്തമായ ശേഷം ഹാർപ്പർ ചർച്ചിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാസ്ക് വെച്ച ഒരു പയ്യനെ കാണുന്നു. അവൻ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ അവളെ നിർബന്ധിക്കുമ്പോൾ താല്പര്യമില്ല എന്ന് ഹാർപ്പർ പറയുന്നുണ്ട്. പക്ഷേ അവൻ അത് തന്നെ പിന്നെയും പറയുമ്പോൾ അവിടേക്ക് ഒരു ഫാദർ വരുന്നു. ഈ ഫാദറാണ് നേരത്തെ പള്ളിക്കകത്ത് വെച്ച് അവൾ കരയുന്നത് കണ്ടു നിന്നാൾ. ഫാദർ ആ പയ്യനോട് സമാധാനത്തിൽ സംസാരിക്കുമ്പോൾ ആ കുരുത്തം കേട്ട പയ്യൻ ഫാദറിനെയും അവളെയും തെറി വിളിച്ചാണ് അവിടെ നിന്നും പോകുന്നത്. അതൊന്നും കാര്യമാക്കേണ്ട എന്നും അവൻ നോർമലല്ല എന്നും ഫാദർ അവളോട് പറയുന്നു. അവളെ കാണുമ്പോൾ എന്തോ ഒരു ദുഃഖമുള്ള പോലെ തോന്നുന്ന ഫാദർ അവളോട് കാര്യങ്ങൾ ചോദിക്കുന്നു. മനസ്സ് തുറന്ന് സംസാരിച്ചാൽ കുറച്ച് സമാധാനം കിട്ടുമെന്ന് കരുതി അവളും കാര്യങ്ങൾ തുറന്നു പറയുകയാണ്. അന്ന് ഹാർപ്പർ ജെയിംസിനെ പുറത്താക്കി വാതിലടച്ചപ്പോൾ അവൻ മുകളിലെ അപ്പാർട്ട്മെന്റിന്റെ ബാൽക്കണി വഴി താഴേക്ക് ഇറങ്ങാൻ നോക്കി. പക്ഷെ അവിടുന്ന് കൈ വഴുതിയതാണോ അതോ മനഃപൂർവ്വം പിടിവിട്ടതാണോ എന്നറിയില്ല. അവൻ അവളുടെ കൺമുൻപിൽ വെച്ച് വീണു മരിച്ചു. അവരവസാനം അന്ന് പരസ്പരം കണ്ട നിമിഷം അവളെ ഇപ്പോഴും വേട്ടയാടുന്നത് പോലെ തോന്നുന്നു. അക്കാര്യമെല്ലാം കേട്ട് ഫാദർ ആശ്വാസവാക്കുകൾ പറയുമെന്ന് കരുതിയപ്പോൾ അയാൾ പറയുന്നത് സ്വന്തം ഭർത്താവിനെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതിലുള്ള ദുഃഖം വളരെ വലുതായിരിക്കും എന്നാണ്. ആ ഫാദറിന്റെ കാഴ്ചപ്പാട്
കാഴ്ചപ്പാട് ആണുങ്ങളാവുമ്പോൾ പെണ്ണുങ്ങളെ തല്ലുമെന്നും അത് വലിയ തെറ്റല്ല എന്നുമാണ്. മാത്രമല്ല ഹാർപ്പറിന്റെ ഭാഗത്താണ് തെറ്റെന്നും അവൾ വിചാരിച്ചിരുന്നെങ്കിൽ ജെയിംസ് മരിക്കില്ലായിരുന്നു എന്നും പറഞ്ഞ് അയാൾ അവളെ കുറ്റപ്പെടുത്തുന്നു. അതൊക്കെ കേട്ട് ഇയാളെന്ത് തേങ്ങയാണ് പറയുന്നതെന്ന് മനസ്സിലാകാത്ത അവൾ പുള്ളിയെ തെറിവിളിച്ച് അവിടെ നിന്നും പോകുന്നു. അതിനുശേഷം നഗ്നനായ മനുഷ്യനെ കാണുമ്പോൾ അയാൾ നെറ്റിയിൽ മുറിവുണ്ടാക്കി അവിടെ ഒരു ഇല വെക്കുന്നുണ്ട്. ശരിക്കും വിചിത്രമായൊരു മനുഷ്യനല്ലേ. ഹാർപ്പർ ആണെങ്കിൽ അടുത്തതായി പോകുന്നത് അവിടുത്തെ പബ്ബിലേക്കാണ്. അവിടെ കുറച്ച് ആണുങ്ങളുണ്ട്. ഒപ്പം നമ്മുടെ ഹൗസ് ഓണർ ജെഫ്രിയും ഉണ്ടായിരുന്നു. അയാൾ അവളോട് സംസാരിച്ച് അവൾക്കുള്ള ഡ്രിങ്ക്സും ഓഫർ ചെയ്യുന്നു. ശേഷം അവളോട് സംസാരിച്ച് വെറുപ്പിക്കുമ്പോൾ അങ്ങോട്ടേക്ക് പോലീസ് ഓഫീസർ എത്തുന്നു. ഈ പോലീസുകാരാണ് മറ്റേ നൂയിഡായ പുള്ളിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അതിനെക്കുറിച്ച് അവർ സംസാരിക്കുമ്പോഴാണ് ജെഫ്രിയുടെ വീട്ടിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നുവെന്ന് അയാൾ അറിയുന്നത്. അയാൾ അവൾക്കുണ്ടായ ബുദ്ധിമുട്ടിന് വിനയത്തോടെ സോറിയെല്ലാം പറയുന്നുണ്ട്. പക്ഷേ അത് അയാളുടെ തെറ്റല്ലല്ലോ. എന്തായാലും ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ആശ്വസിക്കുമ്പോഴാണ് അവനെ റിലീസ് ചെയ്ത കാര്യം പോലീസുകാരൻ പറയുന്നത്. അവനെതിരെ കുറ്റം ചുമത്താൻ പ്രത്യേകിച്ച് കാരണമൊന്നും പോലീസുകാർക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഡ്രസ്സൊക്കെ ഇട്ടുകൊടുത്ത് അവനെ പറഞ്ഞയച്ചു എന്നാണ് അയാൾ പറയുന്നത്. പക്ഷേ ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ ഹാർപ്പറിന് സാധിച്ചിരുന്നില്ല. അയാൾ അവളെ ഫോളോ ചെയ്ത് എന്ന് പോലീസുകാരനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ പറയുന്നത് ഇനി അങ്ങനെ പുറകെ വന്നാൽ വിളിക്കുകയെന്നാണ്. അതിഷ്ടപ്പെടാതെ ദേഷ്യത്തോടെ ഹാർപ്പർ അവിടെ നിന്നും മടങ്ങുന്നു. തിരിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോൾ എന്തോ ശബ്ദം കേൾക്കുന്ന അവൾ പേടിച്ച് ഓടിപ്പോകുന്നു. അവൾ കണ്ടില്ലെങ്കിലും അവളെ ഫോളോ ചെയ്ത് ആ നൂയിഡായ മനുഷ്യൻ അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാം. ഹാർപ്പർ വീടിനകത്തേക്ക് കയറി ഡോർ ലോക്ക് ചെയ്ത് പേടി മാറ്റാനായി റെയിലിയെ കോൾ ചെയ്യുകയാണ്. ഇന്ന് പള്ളിയിൽ വെച്ച് ഫാദർ സംസാരിച്ച കാര്യവും പിന്നീട് പബ്ബിൽ വെച്ച് പോലീസുകാരൻ പറഞ്ഞ കാര്യമെല്ലാം അവൾ റെയിലിയോട് പറയുന്നു. മാത്രമല്ല ഇവിടെ മതിയായി എന്നും ഇപ്പോൾ തന്നെ തിരിച്ചു പോകാനാണ് തീരുമാനമെന്നും അവൾ പറയുമ്പോൾ ആരെയും പേടിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട എന്നും ഉടനെ തന്നെ അങ്ങോട്ടേക്ക് വരാമെന്നുമാണ് റെയിലി പറയുന്നത്. അവർക്ക് രണ്ടുപേർക്കും അവിടെ അടിച്ചു പൊളിച്ച് കൂടാമെന്ന് കേൾക്കുമ്പോൾ ഹാർപ്പറും ഹാപ്പിയാകുന്നു. പക്ഷെ അവിടേക്ക് വരാനുള്ള അഡ്രസ് പറഞ്ഞു കൊടുക്കുമ്പോൾ റേഞ്ച് പോവുകയാണ്. കോളിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റാതാകുമ്പോൾ മെസ്സേജ് ചെയ്യാൻ റെയിലി പറയുന്നു. അത് കേട്ട് ഹാർപ്പർ ലൊക്കേഷൻ മെസ്സേജ് ചെയ്യുമ്പോൾ വേറെ ആരോ അയക്കുന്ന പോലെ മോശം മെസ്സേജാണ് റിപ്ലൈ ആയി വരുന്നത്. വീടിന് പുറത്തെ ലൈറ്റ്സ് എല്ലാം പെട്ടെന്ന് ഓൺ ആകുന്നു. അത് കണ്ട് പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ ആ പോലീസുകാരൻ നിൽക്കുന്നുണ്ടായിരുന്നു. അയാളെന്താ ഈ സമയത്ത് ഇവിടെയെന്ന് മനസ്സിലാകാതെ ഹാർപ്പറും പുറത്തിറങ്ങി കാര്യം ചോദിക്കുന്നു. അയാളാണെങ്കിൽ ഒന്നും മിണ്ടാതെ ആപ്പിൾ ട്രീയുടെ അടുത്ത് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ലൈറ്റ്സ് ഓഫായി ഓൺ ആകുമ്പോൾ അവിടെ അയാൾ ഉണ്ടായിരുന്നില്ല. ആപ്പിളെല്ലാം മരത്തിൽ നിന്ന് ചറബറ വീഴാൻ തുടങ്ങി. പെട്ടെന്ന് പബ്ബിൽ കണ്ട മറ്റൊരാൾ അവളുടെ വീട്ടിലേക്ക് അലറിക്കൊണ്ട് ഓടി വരികയാണ്. അത് കണ്ട് പേടിച്ച് അവൾ വീട്ടിലേക്ക് കയറി ഡോർ ലോക്ക് ചെയ്യുന്നു. അയാൾ ഡോറിൽ തട്ടുന്നുണ്ടെങ്കിലും അവൾ ഒച്ചയെടുക്കുമ്പോൾ അനക്കമൊന്നും കേൾക്കുന്നില്ല. പിന്നീട് അവൾ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ആരോ അവിടെ ഉള്ളതുപോലെ തോന്നുന്നു. സോ അവൾ ഒരു കത്തിയെടുത്ത് കയ്യിൽ കരുതുകയാണ്. വീണ്ടും ലൈറ്റ്സ് ഓഫ് ആകുന്നു. ആരോ ഡോറിൽ തട്ടുന്ന ശബ്ദം കേട്ടവൾ പേടിക്കുമ്പോൾ അവിടെയുള്ള വിൻഡോ ഗ്ലാസ് ആരോ എറിഞ്ഞു പൊട്ടിക്കുന്നു. പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് ഒരു ചെയർ വീഴുന്നത് കണ്ട് പേടിച്ച് ഹാർപ്പർ മറ്റൊരിടത്തേക്ക് നീങ്ങുമ്പോൾ വീണ്ടും ആരോ ഡോറിൽ ശക്തമായി തട്ടുന്നു. അവൾ ശരിക്കും പേടിച്ചൊരു വിധമായിരിക്കുമ്പോൾ ആ ഡോർ തുറന്ന് വന്നത് ഹൗസ് ഓണറായ ജെഫ്രി ആയിരുന്നു. അയാൾ ഇവിടെ എന്തൊക്കെയോ ശബ്ദം കേട്ട് വന്നതാണ്. ജെഫ്രി ഒരു പേടിയും കൂടാതെ ലൈറ്റ്സ് ഓണാക്കി കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു പക്ഷി നിലത്ത് വീണ് കിടപ്പുണ്ടായിരുന്നു. അതിന്റെ ചിറകൊടിഞ്ഞ് കിടക്കുന്നത് കാണുമ്പോൾ അയാൾ കരുതുന്നത് ആ പക്ഷിയായിരിക്കും വിൻഡോ ഗ്ലാസ് പൊളിച്ചത് എന്നാണ്. പക്ഷേ ഇവിടെ പോലീസുകാരൻ വന്ന കാര്യമെല്ലാം അവൾ പറയുമ്പോൾ അവളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് വലിയ കാര്യത്തിൽ അയാൾ പുറത്തിറങ്ങി നോക്കുന്നു. അവിടെയെല്ലാം നോക്കി ആരുമില്ല എന്ന് പറഞ്ഞ് അയാൾ കുറച്ചു ദൂരം മുന്നോട്ട് നടക്കുന്നുണ്ട്. എന്നിട്ട് ആരാണെങ്കിലും മര്യാദക്ക് മുന്നോട്ട് വരാൻ പറഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ വീണ്ടും ലൈറ്റ്സ് ഓഫ് ആകുന്നു. പിന്നീട് ലൈറ്റ്സ് ഓൺ ആകുമ്പോൾ അവിടെ ജെഫ്രി ഉണ്ടായിരുന്നില്ല. അവളുടെ തൊട്ട് മുൻപിലായി നിന്നിരുന്നത് നൂയിഡായ മറ്റേ മനുഷ്യനായിരുന്നു. അയാളെ കണ്ട് പേടിച്ചവൾ പിറകിലേക്ക് നടക്കുമ്പോൾ അയാളുടെ രൂപം വീണ്ടും വികൃതമായിട്ടുണ്ടായിരുന്നു. ശരീരത്തിലെല്ലാം മുറിവുകളും അവിടെയെല്ലാം ഇലകളും കുത്തിവെച്ചിരുന്നു. അയാൾ കുറച്ച് വൈറ്റ് ഡാൻഡ്ലിയോൺ ഫ്ലവർ അവളുടെ മുഖത്തേക്ക് ഊതി വിടുമ്പോൾ ഹാർപ്പറും കുറച്ചു സമയം സ്വബോധം നഷ്ടപ്പെട്ട പോലെ നിൽക്കുന്നുണ്ട്. അവൾ പതിയെ വീടിനുള്ളിലേക്ക് നടക്കുകയും യാന്ത്രികമായി ഡോർ ലോക്ക് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ അയാൾ ലെറ്റേഴ്സ് ഇടുന്ന ഡോർ ഹോളിലൂടെ കൈ അകത്തേക്ക് നീട്ടുമ്പോൾ അവളും അയാൾക്ക് കൈ കൊടുക്കാനായി പോകുന്നുണ്ട്. പിന്നീട് അയാൾ കയ്യിൽ പിടിച്ച് വലിക്കുമ്പോൾ അവൾക്ക് ബോധം തിരിച്ചു കിട്ടുകയും കയ്യിലുണ്ടായിരുന്ന കത്തി അയാളുടെ കയ്യിൽ കുത്തിയിറക്കുകയും ചെയ്യുന്നു. അയാളാണെങ്കിൽ കൈ പിന്നിലോട്ട് വലിച്ച് കത്തിയിൽ നിന്ന് കൈ ഊരിയെടുക്കുമ്പോൾ കൈ ശരിക്കും രണ്ട് കഷ്ണമായി പിളർന്നു പോകുന്നു. ശേഷം താഴെ വീണ കത്തിയെടുത്ത് ഹാർപ്പർ പിറകിലോട്ട് നടക്കുമ്പോൾ കിച്ചണിൽ മറ്റൊരു ശബ്ദം കേൾക്കുകയാണ്. അവിടെ മാസ്ക് വെച്ചിരുന്ന പയ്യൻ നേരത്തെ ചത്ത പക്ഷിയുടെ തലയിൽ മാസ്ക് വെച്ച് കളിക്കുകയാണ്. അവന്റെ കൈ നേരത്തെ നൂയിഡായ മനുഷ്യന്റെ കൈ പിളർന്ന പോലെ തന്നെയായിരുന്നു കാണാൻ. അവന് ശരിക്കും വേദനിച്ചെന്ന് പറഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ അവൾ അവനെ കത്തികാട്ടി പേടിപ്പിക്കുന്നു. അവനൊരു കൂസലുമില്ലാതെ മുന്നോട്ട് വരുമ്പോൾ പേടിക്കുന്ന ഹാർപ്പർ വാതിലടച്ച് പുറത്തു നിൽക്കുന്നു. അപ്പോൾ മറ്റൊരു വാതിൽ തുറന്ന് വേറൊരാൾ അവളുടെ അടുത്തേക്ക് ഓടി വരികയാണ്. അയാളുടെ കൈയും രണ്ടായി പിളർന്നിട്ടുണ്ട്. അത് കണ്ട് പേടിച്ചവൾ ബാത്റൂമിലേക്ക് ഓടിക്കയറുമ്പോൾ ഡോർ തുറന്ന് പള്ളിയിലുണ്ടായിരുന്ന ഫാദർ അകത്തേക്ക് കയറുന്നു. അയാൾ വന്ന് ഏതോ കവിതയിലെ വരിയെല്ലാം പറയുമ്പോൾ ഫാദറിന്റെ കൈയും നേരത്തെ കണ്ടവരെ പോലെ രണ്ടായി പിളർന്നിരിക്കുകയായിരുന്നു. ഇവരെല്ലാം ആരാണെന്ന് മനസ്സിലാകാതെ ഹാർപ്പറും നിൽക്കുമ്പോൾ ഫാദർ അവളോട് സംസാരിക്കുന്നത് ലൈംഗിക ആസക്തിയുള്ള ഒരാളെ പോലെ ആയിരുന്നു. അയാൾ അവളോട് അങ്ങനെ പെരുമാറാനും തുടങ്ങുമ്പോൾ അവൾ അയാളെ കുത്തിമലർത്തി അവിടെ നിന്ന് ഓടിപ്പോകുന്നു. പുറത്തെത്തി കാറെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് മറ്റൊരാൾ ഇടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. അവൾ ശരിക്കും പേടിച്ചെങ്കിലും അയാൾക്ക് ഒന്നും സംഭവിച്ചില്ല. അത് മറ്റാരുമായിരുന്നില്ല, ഹൗസ് ഓണർ ജെഫ്രി
ജെഫ്രി ആയിരുന്നു. ആക്ച്വലി അയാളുടെ കൈയും രണ്ടായി പിളർന്നിരുന്നു. അയാൾ അവളെ കാറിൽ നിന്ന് വലിച്ച് പുറത്തിട്ട ശേഷം ആ കാർ എടുത്ത് അവിടെ നിന്നും പോകുന്നു. പിന്നീട് തിരിച്ചു വന്ന് അവളെ കാറെടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എങ്ങനെയൊക്കെയോ അവൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറി രക്ഷപ്പെടുന്നുണ്ട്. അവസാനം അവൾ അകത്തേക്ക് ഓടുമ്പോൾ അവിടുത്തെ മതിലിൽ ഇടിച്ച് കാർ നിൽക്കുന്നു. അതിനുശേഷം ഹാർപ്പർ അവളുടെ മുന്നിൽ കാണുന്ന കാഴ്ചകൾ വളരെ ഭയാനകമായിരുന്നു. ആ നഗ്നനായ മനുഷ്യന്റെ മുഖം നേരത്തെ ചർച്ചിൽ കണ്ട കല്ലിൽ കൊത്തിവെച്ച രൂപം പോലെയാണ് ഉണ്ടായിരുന്നത്. അയാൾ മുന്നോട്ട് നടക്കുമ്പോൾ കാലൊടിഞ്ഞതുപോലെ നിലത്ത് വീഴുന്നു. അയാളുടെ വയർ വീർക്കുകയും അതിനുള്ളിൽ നിന്ന് ഒരു കുഞ്ഞ് ജനിക്കുന്നത് പോലെ മറ്റൊരാൾ പുറത്തേക്ക് വരികയും ചെയ്യുന്നു. അത് ആ മാസ്ക് വെച്ചിരുന്ന പയ്യനായിരുന്നു. അവൻ അവിടെ അലറിക്കൊണ്ട് നിൽക്കുമ്പോൾ അവന്റെ വയറും വീർത്തു വരികയാണ്. അടുത്തതായി അത് പിളർന്നു വന്നത് ചർച്ചിലെ ഫാദർ ആയിരുന്നു. അത് കണ്ട് ഒന്നും മനസ്സിലാകാതെ ഹാർപ്പർ വീടിനകത്തേക്ക് നടക്കുമ്പോൾ അയാളും ഇഴഞ്ഞു പിറകിലൂടെ വരുന്നു. ശേഷം ഫാദറിന്റെ പുറം പിളർന്നാണ് മറ്റൊരാൾ വരുന്നത്. അത് ഹൗസ് ഓണറായ ജെഫ്രി ആയിരുന്നു. അയാളുടെ കൈ രണ്ടായി പിളർന്നിരുന്നു. അയാൾ കരഞ്ഞുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ അവൾ ഒരു കൂസലുമില്ലാതെ മുറിയിലേക്ക് ചെന്ന് അവിടെ ഉണ്ടായിരുന്ന കോടാലിയെടുത്ത് കയ്യിൽ പിടിക്കുകയാണ്. പക്ഷേ അടുത്തതായി ജെഫ്രിയുടെ വായിൽ നിന്നുമാണ് ഒരാൾ പുറത്തേക്ക് വരുന്നത്. അയാളെ കണ്ട് ഹാർപ്പർ ഒന്ന് ഞെട്ടുന്നുണ്ട്. കാരണം അത് അവളുടെ മരിച്ചുപോയ ഹസ്ബൻഡ് ജെയിംസ് ആയിരുന്നു. അയാൾ അവിടെയുള്ള സോഫയിൽ വന്നിരിക്കുമ്പോൾ അവളും അവിടെ ചെന്നിരിക്കുന്നു. ശേഷം അയാൾ പറയുന്നത് ജെയിംസ് മരിച്ച സമയത്ത് അനുഭവിച്ച വേദനയെ പറ്റിയാണ്. അയാളോട് അതെല്ലാം ചെയ്തത് അവളാണെന്ന് അയാൾ കുറ്റപ്പെടുത്തുന്നു. ശരിക്കും അവന് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴും ജെയിംസ് പറയുന്നത് അവളുടെ സ്നേഹമാണ് വേണ്ടത് എന്നായിരുന്നു. അത് കേട്ട് അവളും അവിടെ ഇരിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് അവിടേക്ക് വരുന്ന റെയിലിയെയാണ്. ആക്ച്വലി റെയിലി ഒരു ഗർഭിണിയായിരുന്നു. റെയിലി മുന്നോട്ട് നടക്കുമ്പോൾ അവിടെ ഒരു ഇലയും പിടിച്ച് നമ്മുടെ ഹാർപ്പറും ഉണ്ടായിരുന്നു. അവളുടെ ആ ഇരിപ്പ് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം കഴിഞ്ഞ രാത്രി അവനെ തീർത്തിട്ടുള്ള ഇരിപ്പാണെന്ന്. അങ്ങനെ അവളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഭർത്താവിന്റെ മരണത്തിനെയും ഓർമ്മകളെയും എല്ലാം ഇല്ലാതാക്കി സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്ന ഹാർപ്പറിനെ കാണിച്ചുകൊണ്ട് ഈ ഒരു ഹൊറർ ചിത്രം ഇവിടെ അവസാനിക്കുന്നു. ഈ മൂവിയിൽ ഗ്രാഫിക്കലി വയലന്റ് ആയ കുറെ സീൻസ് ലാസ്റ്റ് 20 മിനിറ്റ്സ് വരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും വിഷ്വലി എക്സ്പീരിയൻസ് ചെയ്തിരിക്കേണ്ട ഒരു കിടിലം പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നാലും വൺ ടൈം വാച്ചബിൾ ആയിട്ടേ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. കാരണം അതൊക്കെ കണ്ടിരിക്കാൻ കുറച്ച് ഗട്ട്സ് വേണമെന്ന് തോന്നി. ചിലർക്കൊക്കെ ഈസി ആയിരിക്കും, ബട്ട് സം ടൈം ചിലർക്ക് ഡിഫിക്കൽട്ട് ആയി ഫീൽ ചെയ്യാം. എന്തോ എനിക്കത് കണ്ടു മനസ്സിലാക്കാൻ തോന്നിയത് കൊണ്ട് ഞാനത് ശ്രദ്ധിച്ചിരുന്ന് കണ്ടുട്ടോ. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ചിത്രം പറയാതെ പറയുന്ന കാര്യങ്ങൾ വ്യാഖ്യാനിക്കാൻ ഓഡിയൻസിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഡയറക്ടർ. ഇന്റർപ്രിട്ടേഷൻസ് പല രീതിയിലും ഡിഫറന്റ് ആയിരിക്കും. എന്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ ഫീൽ ചെയ്ത കാര്യങ്ങൾ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ സിനിമയിൽ യൂസ് ചെയ്തിരിക്കുന്ന റെഡ് ലൈറ്റ്, അവരുടെ വീടെല്ലാം റെഡ് പെയിന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഡയറക്ടർ ഇന്റൻഷ്യലി ഹാർപ്പറിന്റെ ട്രോമയെയും അതിലെ വയലൻസിനെയും എല്ലാം ഇതിലൂടെ കൺവേ ചെയ്യാൻ ശ്രമിച്ചതായിരിക്കാം. പിന്നെ ഈ സിനിമയിൽ ഹ്യൂമൻ സൈക്കോളജിയും അതുപോലെ നേച്ചറും തമ്മിൽ കണക്ട് ചെയ്ത് ഹാർപ്പറിന്റെ മാനസികാവസ്ഥയെ ഫോറസ്റ്റും അതിലെ ജീവജാലങ്ങളെയും ഉപയോഗിച്ച് പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട്. പാട്രിയാർക്കി എങ്ങനെയാണ് ബന്ധങ്ങളെയും മറ്റൊരു വ്യക്തിയെയും തകർക്കുന്നതെന്ന് വളരെ വ്യക്തമായി എടുത്തു കാണിച്ചിട്ടുമുണ്ട്. മാത്രമല്ല ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം അവരെല്ലാവരും ഒരാളായിരുന്നു. ഹൗസ് ഓണറായ ജെഫ്രിയുടെ ക്യാരക്ടർ ചെയ്ത ആൾ തന്നെയാണ് മാസ്ക് വെച്ച പയ്യനായും ഫാദറായും പബ്ബിലുണ്ടായിരുന്ന ആളുകളെയും അങ്ങനെ അവിടെയുള്ള എല്ലാ റോൾസും അഭിനയിച്ചത്. ആക്ച്വലി ഇതിൽ കഥാകൃത്ത് പോർട്രേറ്റ് ചെയ്തത് ലാക്ക് ഓഫ് ഇൻഡിവിജ്വാലിറ്റീസും പുരുഷന്മാർക്കിടയിലുള്ള സിമിലർ ക്യാരക്ടറൈസേഷനുമാണ്. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ന്യൂഡായ ആ മനുഷ്യൻ ഇലകൾ ദേഹത്തേക്ക് കുത്തിവെക്കുന്നുണ്ടായിരുന്നു. അത് സത്യങ്ങളും രഹസ്യങ്ങളും മറച്ചുവെക്കാൻ ശ്രമിക്കുന്നത് പോലെയായിരുന്നു. പിന്നെ അവിടെയുള്ള ചർച്ചിൽ ഇലകൾ കൊണ്ടുള്ള രൂപമാണ് ഉണ്ടായിരുന്നത്. അതെല്ലാം നേച്ചറും ഹ്യൂമാനിറ്റിക്കും ഇടയിലുള്ള ടെൻഷൻസ് ആണ് പോർട്രേറ്റ് ചെയ്യുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരു ടണലിൽ അതൊരു പക്ഷേ ഹിഡൻ സീക്രട്സും ട്രോമകളുമായിരിക്കും റെപ്രസെന്റ് ചെയ്തത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും അതിന് പുറത്തു കടന്നപ്പോൾ അവളുടെ ട്രോമകളെല്ലാം വിസിബിൾ ആക്കാൻ തുടങ്ങിയത്. ഇത്രയൊക്കെയാണ് ഈ സിനിമ കണ്ടും കേട്ടും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് നിരീക്ഷണങ്ങളൊക്കെ നടത്തിയും മനസ്സിലായത്. ഇനി നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായെന്നും ഈ സിനിമ ഇഷ്ടപ്പെട്ടോ എന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. കഥ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യാൻ മറക്കരുതേ. അപ്പോ വീണ്ടും കാണുന്നത് വരെ ബൈ.